എല്ലാവർക്കും സ്ട്രോബെറി ചാനലിൻ്റെ ലൈഫ് ഹാക്സ് ആൻഡ് ടിപ്സ് എന്ന സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. മാസ്ക് വാങ്ങാനുള്ള സാഹചര്യക്കുറവും ലഭ്യതക്കുറവുമുള്ള സമയത്ത് വീട്ടിൽ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. 2 തരം മാസ്കാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. നന്നായി വൃത്തിയാക്കിയ പ്രതലത്തിൽ വെച്ച് വേണം മാസ്ക് തയ്യാറാക്കാൻ. അതുകൊണ്ട് സാനിറ്റൈസർ ഉപയോഗിച്ച് അണുവിമുക്തമാക്കാം. അതിനുശേഷം കൈകൾ കൂടിയൊന്ന് സാനിറ്റൈസ് ചെയ്യാം. ഈ മാസ്ക് തയ്യാറാക്കാനായി 2 കിച്ചൺ ടവൽസും ഒരു ഫേസ് ടിഷ്യൂ ആണ് എടുക്കേണ്ടത്. ഇവ 3 ഒരുമിച്ച് വെച്ചൊന്ന് അടുക്കിയെടുക്കാം. ഇതിനി 6.5 ഇഞ്ച് വീതിയിലും 10 ഇഞ്ച് നീളത്തിലും മുറിച്ചെടുക്കാം. ഇനി ഇതിൽ സാധാ മാസ്കിൽ കാണുന്നത് പോലെ മുകൾ ഭാഗത്ത് ഒരു നോസ് ക്ലിപ്പ് റെഡിയാക്കണം. അതിനായി ഈ ട്വിസ്റ്റ് ഐസ് അല്ലെങ്കിൽ വയറിനുള്ളിലെ കോപ്പർ കമ്പികൾ യൂസ് ചെയ്യാം. ഇത് വാങ്ങേണ്ട കാര്യമില്ല. ബ്രെഡ് സീൽ ചെയ്ത് വരുന്ന ഈ ടൈസ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ടോപ്പിൽ 1/2 ഇഞ്ച് വീതിയിൽ മടക്കിയെടുക്കാം. ഇതിനുള്ളിൽ നടുക്കായി ഒരു ട്വിസ്റ്റ് ഐ വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് പശ വെച്ച് ഇത് നന്നായി ഒന്ന് ഒട്ടിച്ചെടുക്കാം. മാസ്കിൻ്റെ നോസ് ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പേപ്പർ 2 പ്രാവശ്യം മടക്കാം. ആദ്യം നടുവേ ഒന്ന് മടക്കാം, അതിനുശേഷം അത് ഒന്നുകൂടി മടക്കാം. ഈ മടക്കുകൾ ഒരു പെൻ വെച്ചൊന്ന് മാർക്ക് ചെയ്തിടാം. ഇപ്പോൾ ഈ പേപ്പർ ഒരുപോലെ 4 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ ആദ്യത്തെ മാർക്കിലൂടെ മുന്നോട്ട് ഒരു പ്രാവശ്യം ഒന്ന് മടക്കാം. ഇപ്പോൾ മടക്കിയ ഈ മടക്കിൽ 1/2 ഇഞ്ച് അളവ് പിടിച്ച് അത് പുറകോട്ടൊന്ന് മടക്കിയെടുക്കാം. ഇതിൻ്റെ 2 വശങ്ങളും ഒന്ന് സ്റ്റേപ്പിൾ ചെയ്യാം. അടുത്തതായി അടുത്ത മാർക്കിലൂടെ മുന്നോട്ടൊന്ന് മടക്കാം. ഇപ്പോൾ മടക്കിയ ലെയറിൽ 1/2 ഇഞ്ച് വീതി പിടിച്ച് അത് പുറകോട്ട് മടക്കിയെടുക്കാം. വീണ്ടും ഇതിൻ്റെ 2 വശങ്ങളും സ്റ്റേപ്പിൾ ചെയ്യാം. ഇനി 3ാമത്തെ മാർക്കിലൂടെ മുന്നോട്ട് മടക്കാം. അതേ മടക്കിൽ 1/2 ഇഞ്ച് വീതിയിൽ തിരിച്ചു മടക്കിയെടുക്കാം. ഇവയുടെയും 2 വശങ്ങൾ സ്റ്റേപ്പിൾ ചെയ്യാം. തുണി കൊണ്ട് മാസ്ക് ഉണ്ടാക്കേണ്ടവർക്ക് ഇതേ രീതിയിൽ തുണി കൊണ്ട് മാസ്ക് ചെയ്തെടുക്കാം. അടുത്തതായി മാസ്കിൻ്റെ വള്ളികൾ തയ്യാറാക്കാം. അതിനായി 4 റബ്ബർ ബാൻഡാണ് വേണ്ടത്. ഒരേ അളവിലുള്ള 2 ബാൻഡുകൾ മുറിച്ചെടുക്കാം. ഇനി ഇവയുടെ അറ്റങ്ങൾ ചേർത്ത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടിയെടുക്കണം. ഇനി ഇത് മാസ്കിൻ്റെ സൈഡിൽ വയ്ക്കാം. റബ്ബർ ബാൻഡ് തെന്നി മാറാതിരിക്കാൻ വേണ്ടി സെൻറ്ററിൽ 2 സ്റ്റേപ്പിൾ ചെയ്യാം. ഇനി 1 ഇഞ്ച് വീതിയിൽ വശങ്ങളിൽ നിന്നും മടക്കി 3-4 തവണ സ്റ്റേപ്പിൾ ചെയ്യാം. ഇനി റബ്ബർ ബാൻഡിൻ്റെ ബാക്കി 2 അറ്റം കൂടി കൂട്ടിക്കെട്ടാം. ഇപ്പോൾ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫേസ് ടിഷ്യൂ അകത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ മാസ്ക് ഉണ്ടാക്കിയെടുക്കാൻ. പുറത്തുനിന്ന് വാങ്ങുന്ന മാസ്ക് പോലെ തന്നെ 3 ലെയറുള്ള ഒരു മാസ്കാണിത്. അകത്ത് ഫേസ് ടിഷ്യൂ വെച്ചേക്കുന്നത് കൊണ്ട് ഇത് വയ്ക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. മാസ്ക് അത്യാവശ്യമായി വരുന്ന സാഹചര്യത്തിൽ വാങ്ങാൻ ലഭിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. ഇനി അടുത്തതായി വളരെ പെട്ടെന്നൊരു മാസ്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 2 ടിഷ്യൂ പേപ്പറും 4 റബ്ബർ ബാൻഡുമാണ് ആവശ്യം. വലിയ സൈസിലുള്ള കിച്ചൺ ടവൽസ് ആണിത്. ഈ ടിഷ്യൂ പേപ്പർ 6 ഇഞ്ച് വീതിയിലും 10 ഇഞ്ച് നീളത്തിലും മുറിച്ചെടുക്കണം. ഇനി ഇത് നടുവേ ഒന്ന് മടക്കാം.
ഇപ്പോൾ 2 ഈക്വൽ ഭാഗങ്ങളായി കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു ഭാഗം ഒരേ അളവിലുള്ള 3 ഭാഗങ്ങളായി കിട്ടുന്ന രീതിയിലൊന്ന് മടക്കാം. അതായത് ഒരു മടക്കിന് 1 ഇഞ്ച് വീതി വരും. ഇപ്പോൾ മൊത്തത്തിൽ 6 മടക്കുകൾ വന്നിട്ടുണ്ട്. ഓരോ ഇഞ്ചുള്ള 6 ഭാഗങ്ങളായി നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മാസ്കിനുള്ള ബാൻഡ് തയ്യാറാക്കാം. അതിനായി ഒരേ അളവിലുള്ള 2 റബ്ബർ ബാൻഡുകൾ ഈ രീതിയിലൊന്ന് കെട്ടിയെടുക്കാം. ഇപ്പോൾ 2 റബ്ബർ ബാൻഡ് ഒരുമിച്ചായിട്ടുണ്ട്. 2 വളയങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു വളയം ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു സൈഡിൽ കെട്ടണം. അങ്ങനെ 2 വശങ്ങളും റബ്ബർ ബാൻഡ് കെട്ടാം. ഇപ്പോൾ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാസ്ക് ലഭിക്കാതെ വരുമ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതുപോലെ മാസ്ക് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.